മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പത്തിൽ നിൽക്കുന്ന മന്ത്രിസഭയിലെ പ്രമുഖനെതിരെ വാർത്ത പുറത്തുവിടുമ്പോൾ, അതും ഒരു സ്ഥാപനത്തിൻ്റെയും പിൻബലമില്ലാതെ ചെയ്യുമ്പോൾ വലിയ മുൻകരുതൽ വേണ്ടി വന്നു. 400 പേജിലേറെ വരുന്ന രേഖകളുടെ എല്ലാം കോപ്പി എടുത്ത ശേഷം ഒറിജിനൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റി. സർക്കാരിൽ നിന്ന് സമ്മർദ്ദം വന്ന് പോലീസ് ഇടപെടൽ ഉണ്ടായാൽ കോടതി വഴി നീതി കിട്ടാൻ ആ രേഖകളാണ് വേണ്ടത്. കാരണം മറ്റൊരു കോടതിയിൽ നിന്ന് ഞാൻ നേരിട്ടെടുത്ത സർട്ടിഫൈഡ് കോപ്പികളാണത്. അതായിരുന്നു പ്രധാന ധൈര്യം. വാർത്ത കത്തിക്കയറിയതോടെ അതിനൊന്നും ആരും തുനിഞ്ഞില്ല എന്നാണ് പറഞ്ഞു വന്നത്. അന്ന് വൈകിട്ടോടെ തന്നെ ഈ വാർത്ത കൈകാര്യം ചെയ്യേണ്ടി വന്നപ്പോൾ മറ്റു വഴിയില്ലാതെ മനോരമയും ഈ പറഞ്ഞ രേഖയെല്ലാം എൻ്റെ ഫേസ്ബുക്കിൽ നിന്നെടുത്ത് ഉപയോഗിച്ചത് ഞാൻ വളരെ കൗതുകത്തോടെ കണ്ടു. ഇതൊക്കെയാണെങ്കിലും രാജി എന്നോട് ആരും ആവശ്യപ്പെട്ടതല്ല. പക്ഷേ ആ വാർത്തയുണ്ടാക്കിയ ചലനം മനസ്സിലാക്കിയപ്പോൾ ആ സ്ഥാപനത്തിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് ഉചിതമല്ലെന്ന് സ്വയം തിരിച്ചറിഞ്ഞതാണ്. അതേസമയം 12 വർഷമായി ഞാൻ ഉപയോഗിച്ചിരുന്ന മനോരമയുടെ CUG കണക്ഷനിൽപ്പെട്ട എയർടെൽ നമ്പർ കട്ട് ചെയ്ത് എനിക്കൊരു സിഗ്നൽ തന്നു സ്ഥാപനം. തൊട്ടു പിന്നാലെ മാനേജ്മെൻറ്റിന് ഞാൻ രാജി അയക്കുകയായിരുന്നു.